കേട്ടു നോക്കിക്കോളൂ. അതായത് ആകാശദീപം ഇന്നും ഉണരുമിടമായോ, അങ്ങനെയല്ലേ, ഒന്ന് കേട്ടോ. ആകാശദീപം ഇന്നും ഉണരുമിടമായോ, താരാപദങ്ങൾ, ഒന്ന് ബാക്കി എന്തോ എനിക്ക് ഓർമ്മയില്ല. Krishna's color key. Let's talk, let's chat and let's enjoy. ഹലോ ഓൾ ഓഫ് യു, കൃഷ്ണാസ് കൊളീഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് തന്നെ ചെറിയ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് സ്വർണ്ണ വില കൂടുന്നതിനെക്കുറിച്ച്. അപ്പോൾ സ്വർണ്ണ വില കൂടുമ്പോൾ ഇനി എന്താ ചെയ്യുക, ഇല്ലേ? സ്വർണ്ണത്തിന് ചെറിയ തോതിലൊരു ചെറിയ കാപ്പൊന്ന് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇട്ട് നടക്കേണ്ടി വരും. ഇപ്പം സ്വർണ്ണം ഇട്ട് നടക്കാനും പേടിയാണ്. കാരണം ഒരു വളയോ മറ്റോ ഒരു പവൻ്റെയൊക്കെ എടുത്തുകൊണ്ട് പോയി തന്നെ 1,00,000 രൂപയോളം കിട്ടും. അപ്പോൾ അതുകൊണ്ട് കള്ളന്മാരെയും പേടിക്കേണ്ട, നമുക്ക് സ്വർണ്ണമില്ലാതെ സ്വർണം പോലെയുള്ള അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സ്വർണം കവേർഡ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണത്തിനൊന്നും സ്വർണ്ണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ പലരും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. സ്വർണ്ണത്തിന് പകരം എന്തെങ്കിലും ഒരു ജസ്റ്റ് അത്യാവശ്യത്തിന് മാത്രം ഇടുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില മാറുന്നതനുസരിച്ച് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരും. സ്വർണ്ണം തന്നെ ഇടണോ എന്നുള്ളത് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ തന്നാൽ അതിനൊരു ബെസ്റ്റ് ഓപ്ഷനാണ് പാറിക്കാട് ജ്വല്ലേഴ്സ്. ഓക്കെ, ഞാനിപ്പോൾ ധരിച്ചിരിക്കുന്ന ഈ ഗോൾഡ് പാറക്കാടിൻ്റെയാണ്. ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ് സെറ്റുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് നല്ല നല്ല സെറ്റ് അവരുടെ കയ്യിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ തന്നെ സ്റ്റൈല് പോലും ലൈക്ക് ഡിസൈൻസിനേക്കാളിലും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സ്വർണ്ണത്തിന് ചില ഒരു പരിമിതികളുണ്ടല്ലോ, ഇത്ര രീതിയിലൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് അങ്ങനെയല്ലോ. ഇപ്പം ഇത് സ്വർണ്ണം കോട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം കണ്ടാണല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂഷ്വലി കുറേ പേരൊക്കെ എന്നെ മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് ഈ ഗോൾഡ് എടുത്തത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഈ ഓർണമെൻറ്റ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പാറക്കാട് ജ്വല്ലേഴ്സിൽ നിന്നാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പോയി പാറക്കാട്ടിൽ നിന്ന് ഇതുപോലെ നല്ല ഡിസൈൻസ് നോക്കി മേടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാട്ട് ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ പാട്ടാണ്, സൂപ്പർ ഹിറ്റാണ്. മൂവി അത്ര ഹിറ്റായിരുന്നോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഓഡിയോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പാട്ട് സൂപ്പർ ഹിറ്റ് മീൻസ് അതിനേക്കാളും വലിയ ഹിറ്റെന്ന് വേണം പറയാനായിട്ട്. ആകാശദീപം എന്നും ഉണരുമിടമായോ, ഇതാണ് സോങ്. നിങ്ങളൊന്ന് വെച്ച് കേട്ട് നോക്കി. കേൾക്കാത്തവരുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, അത്ര സൂപ്പർ ഹിറ്റ് സോങ് ആണ്. അപ്പം അതിൽ വരികളിൽ ഇനി വരുന്ന വരികളിൽ, അതായത് വാരിപ്പുണർന്ന മതകര ലത എവിടെ, മണ്ണിൽ ചുരന്ന മധുതര മതം എവിടെ, ഇങ്ങനെയൊരു കുറേ വാക്കുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ എന്താണ് മതകര, ഇതാണ് എൻ്റെ ചോദ്യം. മനസ്സിലായല്ലോ? വാരിപ്പുണർന്ന മതകര ലത എവിടെ. അപ്പം മതകര എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വരിക. എന്നിട്ട് അതുപോലെ തന്നെ മധുതര മതം എവിടെ, അപ്പോൾ അതും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ടു മീ. ഓക്കെ, അപ്പോൾ ഈ സോങ് എന്ന് പറയുന്നത് ആ കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള റൊമാൻസ് ഫെയിലിയർ വരുമ്പോൾ എല്ലാവരും പാടിക്കൊണ്ട് കിടക്കുന്ന ഒരു പാട്ടുമായിരുന്നു ഇത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു റൊമാൻസ് ഫെയിലിയർ ഇപ്പം ഉണ്ടാവുമെന്ന് അറിയില്ല. ഫെയിലിയർ എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഉണ്ടോ എന്നറിയില്ല. ഇപ്പോൾ 1, 2, 3, 4 എന്നൊക്കെയാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത്. പണ്ടൊക്കെ ഒരു അഫെയർ ഉണ്ടെങ്കിൽ അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഇപ്പം അങ്ങനെയല്ലോ, ചോയ്സിനനുസരിച്ച് ഇഷ്ടമുള്ളവരെ മാറ്റി മറിച്ചുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ അഫെയർസ് നടക്കുന്നത്. ചിലർ സെലക്റ്റീവായിട്ടും ഉണ്ട്. അത് ഇപ്പോഴും പഴയതുപോലെ ചില സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും ഈ പാട്ട് ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിരഹം വന്നു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നൊരു സുഖകരമായൊരു സോങ്ങാണ്. ഇന്നും ആർക്കെങ്കിലും വിരഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പാട്ട് കേട്ടു നോക്കും. നിങ്ങൾക്കും ഒരു സമാധാനവും സന്തോഷവും കിട്ടാനൊരു സാധ്യതയുണ്ട്. ഓക്കെ, അത്ര നല്ല സ്വീറ്റ് സോങ് ആണ്. കൈതപ്പുറത്തിൻ്റെ രചനയാണ്, മ്യൂസിക് ശരത്തിൻ്റെയാണ്. അപ്പം മനസ്സിലാക്കാണല്ലോ എന്തുകൊണ്ടായിരിക്കും ആ സോങ് ഇത്രയും ബ്യൂട്ടിഫുൾ ആവുന്നുള്ളത് പറയാൻ കാരണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷം. ഇന്നത്തേക്ക് ബൈ ബൈ. Krishna's color key. Let's talk, let's chat and let's enjoy.